കാലം പൂമ്പൈതലേ താരാട്ടാം ഞാനോമലേ. ഞാൻ എൻ്റെ പിള്ളേരെ പോലും ഇങ്ങനെ നല്ല വൃത്തിക്ക് സൂക്ഷിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ വെക്കുന്ന മീനായതുകൊണ്ട് പറയുമല്ലേ ചേച്ചി, ഇതേ ഇപ്പം കടലിൽ നിന്ന് ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കണ്ണും പൂട്ടി അങ്ങ് മേടിക്കാം കേട്ടോ. വയോ 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 വയോ, നല്ല ഒന്നാന്തര മീനെ, നല്ല ഒന്നാന്തര മീനെ, നല്ല ഒന്നാന്തര മീനെ. മേടിച്ചോണ്ട് പോകുന്നവര് തല കളയരുത്. എന്തോ ടേസ്റ്റാന്നറിയോ തലയും കൊണ്ടിട്ട് കറി വെച്ചാൽ. വെട്ടി തീച്ച കഴുകി ഇച്ചിരി ഇഞ്ചിയും പച്ചമുളകും പിന്നെ ഉള്ള വീട്ടിലുള്ള വകയെല്ലാം കൊണ്ടിട്ട് തിളപ്പിച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ എണ്ണ അങ്ങോട്ട് തെളിഞ്ഞു വരും കേട്ടോ. അപ്പൊ ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ച് അങ്ങോട്ട് മൂടി വെക്കണം. 5 മിനിറ്റ് കഴിഞ്ഞ് ആ മൂടി അങ്ങോട്ട് തുറക്കുമ്പോ ഇതിന്ന് ഒരു ആവി വരുവേ. കൊള്ളാതെ നോക്കണം. ആ മുഖം പൊള്ളിയാലും വേണ്ടില്ല, അതിൽ നിന്നൊരു മണം വരും. ഇരുന്നിരിപ്പിന് ഒറ്റക്കലം ചോറ് തിന്ന കൊണ്ടുപോയാലോ. വായോ 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 വായോ, നല്ല പിടയ്ക്കുന്ന മീനെ, പിടയ്ക്കുന്ന മീനെ, പിടയ്ക്കുന്ന മീനേ. ഓ, എൻ്റെ ഒരു കെട്ടിയവനുണ്ടായിരുന്നേ. ഞാൻ അങ്ങനെ ഡാവെന്ന് പറഞ്ഞതാ ഒരു തട്ട വിട്ട് ഇവിടോട്ട് വന്നിരുന്ന് കച്ചവടം ചെയ്യാൻ പറ്റത്തിലേക്ക് പോരാക്ക് വീട്ടിലെ കയറി ഇറങ്ങി കച്ചവടം ചെയ്യണം. രാവിലെ പച്ചമീനുമായിട്ട് പോകും, വൈകിട്ട് ഉണക്കമീനുമായിട്ട് വരും. അപ്പം നിങ്ങൾ വിചാരിക്കും ഡബിള് കച്ചവടം വന്ന. അല്ല, കച്ചവടം നടക്കാതെ ഉള്ള വെയിലെല്ലാം അങ്ങേരും കൊണ്ട് മീനെ ഉണക്കിച്ച് വൈകിട്ട് കയറി വരും. എന്താ നടക്കട്ടെ അങ്ങനെ. വായോ 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 വായോ, നല്ല പിടയ്ക്കുന്ന മീന, പിടയ്ക്കുന്ന മീന, പിടയ്ക്കുന്ന മീന. വായോ 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 വായോ. അതെന്തോ മര്യാദ കേട്ടോ. ഇഷ്ടപ്പെട്ടില്ല ഇത്രയും നേരം പറഞ്ഞത്. ഇടയ്ക്കിരുന്ന് കൂന്നാരടാ. അയ്യോ സോറി, നിങ്ങളല്ല, ക്ഷമിക്കണേ. വരുന്നുണ്ട്, ആദ്യമായിട്ട് വരുന്നുണ്ട്. വായോ 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 വായോ. ആ വായോ 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 എന്ന് വന്ന് വിളിക്കുക. പണ്ട് ഇതുപോലെ ഇവരെ പഠിക്കച്ചെന്ന് വായോ വായോ എന്നുകൊണ്ട് മീനി വിളിച്ചതാ. കൂടക്കകത്ത് കയറി വന്നതാ എന്റെ കൂടെ. എന്തുവാ അങ്ങനെ വന്നിട്ട് എന്തെങ്കിലും മുട്ടുണ്ടോ നിങ്ങൾക്ക്? എന്തായാലും പറയാൻ പറ്റും. നീ എന്റെ മുട്ട് തല്ലി ഓടിക്കത്തില്ലോടി. ആ മുട്ടിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടോ നിന്നെ കെട്ടിയ പിന്നെ? ഒന്ന് പറയാതിരിക്കാ ഭേദം. വെളുപ്പിന് 2 മണിയായപ്പോ ഇങ്ങോട്ട് കൊണ്ടുവാ. എങ്ങോട്ടാ? വെളുപ്പിനെ 2 മണിയായപ്പോ ഹാർബറിൽ മീനെടുക്കാൻ പോയ മനുഷ്യൻ എങ്ങനെ പുറകിന് പോയി പൂച്ച 2 മീൻ എടുത്തോണ്ട് വീട്ടിൽ അങ്ങനെ പറയല്ലേ. ഞാൻ ഹാർബറിൽ ചെന്നപ്പോ അവിടെ ഭയങ്കര ഹർബറി. അത് തീരട്ടെന്ന് ഞാൻ ചായ കുടിക്കാൻ കയറിയ ഒരു ബേക്കറി. അവിടുന്ന് ഞാൻ കഴിച്ച ഒരു സ്ട്രോബെറി, നിനക്ക് മാറ്റി ഒരു കാഡ്ബറി. നോക്കട്ടെ, ഈ 2 മീനും കൊണ്ടാണോ നിങ്ങൾ ഈ നാട് നീളെ കൊണ്ട് വിറ്റത്? 2 അല്ല 3 എണ്ണം ഉണ്ടായിരുന്നു. വിറ്റ മീന്റെ പൈസ എങ്ങനെ? അത് മീറ്റ പൈസ അങ്ങനെ തരും. തലേ വെച്ചോ പറഞ്ഞ കാക്ക എടുത്തിട്ട് പോയി. ഞാൻ കണ്ടില്ല അത്. കണ്ടോ, മര്യാദക്ക് കാക്കയുടെ കൂട്ടി പോയി മേടിച്ചോണ്ട് വന്നോ പൈസ. എടി ചിന്നമ്മേ, കാക്കയുടെ കൂട്ടി ഞാൻ മീനിന്റെ പൈസ വാങ്ങിക്കാൻ വേണ്ടി ചെന്നടി. ഞാനങ്ങ് അബദ്ധനായി പോയി. ഞാൻ കാക്കയുടെ കൂട്ടിൽ കുയിലിരിക്കുന്നു. ഇതെനിക്ക് മനസ്സിലായി. എനിക്കല്ല അബദ്ധം പറ്റിയത്, കുയിലമ്മയ്ക്ക് അബദ്ധം പറ്റിയത്. കാക്കയുടെ കൂട്ടി കയറി മുട്ട ഇട്ടോണ്ടിരിക്കുവായിരുന്നു. ഞാൻ പറഞ്ഞു മര്യാദക്ക് പൈസ തരാന്ന് പറഞ്ഞു. പപ്പ പറഞ്ഞിട്ട് പൈസ തരാന്ന്. എടാ, ഈ ചൂരയുടെ വാല് വെച്ച് നിങ്ങളുടെ മുതുകത്തൊരു ചതല്ല ഞാൻ പറഞ്ഞ കൊള്ള കള്ളക്കഥയും പറഞ്ഞോണ്ട് വന്നേക്കുവാ. നാടനീളെ കൊണ്ട് നടന്ന് ഉള്ള പെണ്ണുങ്ങൾക്ക് എല്ലാം അങ്ങ് കടം കൊണ്ട് പണി. ആ വത്സല 1250 രൂപ തരാനുണ്ട്. തന്നാവള് മനസ്സിലേ? അയ്യോ, വത്സല ഇല്ലാതെ തന്നെ അങ്ങ് കുഴയുക. വത്സല 1300 രൂപ തരാനുള്ളായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു പൈസ തരണം. അവൾ 1000 രൂപ എന്റെ കയ്യിൽ കൊടുത്തു തന്നു. ബാക്കി 300 രൂപ അവള് പറഞ്ഞു കൊച്ചിന് സ്കൂള് തുറക്കുമല്ലേ, ഭാഗമൊക്കെ വാങ്ങിക്കാൻ പൈസ ഇല്ല അണ്ണാ, അതുകൊണ്ടാ ബാക്കി 300 രൂപ പിന്നെ തരാന്ന് പറഞ്ഞപ്പോ ഈ 1000 രൂപ ഞാൻ അങ്ങ് തിരിച്ചു കൊടുത്ത. പിള്ളേരുടെ കാര്യമല്ലേ, നടക്കട്ടെ. ഓമന പൈസ തന്നായിരുന്നു. ഒരു 750 രൂപ മറ്റോ വരും. എടി നീ എന്താ പെണ്ണാടി, നിന്റെ കൂട്ടിരുന്ന് കച്ചവടം ചെയ്യാന്ന് ഓമന. അവൾ അവിടെ ഇവിടെയൊക്കെ പോയി കിട്ടുന്ന പൈസ കൂട്ടി അണ്ണാ പിന്നെ തരാന്ന് പറഞ്ഞാൽ 700 രൂപ. ഞാൻ അത് അങ്ങ് വേണ്ടാന്ന് വെച്ചു. പിന്നെ കൊച്ചിന് മീൻ വേണമല്ലോ. ഞാൻ തമ്പിയുടെ 1 കിലോ മീൻ ചാവക്ക് കൊടുത്ത് കഴിച്ചോട്ടെന്ന് വിചാരിച്ചു. വർഗീസ് 150 രൂപ തരാനുണ്ടായിരുന്നു പാവക്കാരനോട്. അതെങ്ങനെ മേടിക്കും? അവരെ കുത്തിരി പിടിച്ചാൽ മാറ്റാ 150 രൂപ. ഞാനാണോ കാണിച്ചു കൊടുത്തറിയോ? പെണ്ണുങ്ങളോട് കാണിക്കാഞ്ഞത് അതെന്നെ ബിസിനസിന്റെ ഒരു നാക്കുമായിട്ട് അവളുമാരുടെ കെട്ടിയവന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരെ നിങ്ങളുടെ നാക്ക് പിഴുത വെക്കും. പറഞ്ഞേക്കാം കേട്ടോ. കോമഡിക്കാരി നിർത്താം. അയ്യോ, നിങ്ങൾക്ക് പറഞ്ഞ് വലിയ ആളാവാ. പതിവില്ലാതെ വന്നേക്കോ. ഇങ്ങനോട് നേരെ വെക്കുമ്പോ ഞാൻ പറയാം എന്റെ കൂടെ വന്ന് നിങ്ങൾ കച്ചവടം ചെയ്യും. ഇന്നെന്താ പറ്റി പതിവില്ലാതെ ഇങ്ങോട്ട് ചന്തയിലോട്ട് എഴുന്നള്ളാന്? ഈ ചന്തയിലോട്ട് ഞാൻ വരാത്ത എന്താണെന്നറിയോ? എന്റെ അച്ഛന്റെ ഓർമ്മ തളം കെട്ടി കിടക്കും ഈ ചന്തയില്. അത് രാവിലെ മുനിസിപ്പാലിറ്റിക്കാർ വന്ന് കോരിക്കൊണ്ട് പോയി. എന്റെ അച്ഛനാണ് ഇതൊരു ചന്തയാക്കിയത്. കണ്ടോ, അതിന് മുന്നേ ഇവിടെ കണ്ണാടി പോലെ കിടന്ന സ്ഥലമായി. അച്ഛൻ കാലുകൂത്തി അത് ചന്തയാക്കി. ഞാൻ പറയുന്നത് മനസ്സിലാക്കി ചിന്നമ്മേ. പണ്ട് കാലത്ത് ഇവിടെ കാടായിരുന്നു, ചന്തയൊന്നും ഇല്ലായിരുന്നു. അന്ന് ഞങ്ങളുടെ അച്ഛൻ ഒരു കോവയ്ക്കായ 2 തക്കാളിക്കാൻ കൊണ്ട് ഇവിടെ വന്ന് ഇരുന്നതാ. അതങ്ങ് വളർന്ന് പടവലങ്ങായി ചേമ്പായി ചേനയായി കുന്നുകൂടി അങ്ങ് വന്നങ്ങ്. കണ്ടോ, പച്ചക്കറി
നാടിനെ തീ പിടിപ്പിക്കുന്ന മനുഷ്യനാ. ഒരു 2 തക്കാളി ഒരു കോവയ്ക്കം കൊണ്ട് വന്ന് ഇതെങ്ങനെ അങ്ങ് വളരും വലിയ. അങ്ങനെ ഞങ്ങൾ അച്ഛനോട് കച്ചവടം നടത്തി ആൾക്കാരെല്ലാം വന്ന് കൂടി കച്ചവടം നടത്തിയാണ് ഈ ചന്ത ഇവിടെ ഉണ്ടായത്. അതെ, ഈ ചന്തയ്ക്ക് എനിക്ക് അവകാശമുണ്ട്. ഞാനൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഈ ചന്ത എന്റെ കൈവെള്ളയിലിരിക്കും. ഇത് ചന്തയല്ല, നമ്മുടെ ചെറിയ ചെറുക്കന്റെ ചന്തയല്ല, നിങ്ങളുടെ കൈ ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞത് അങ്ങനെ ഞങ്ങളുടെ അച്ഛന്റെ കച്ചവട പാരമ്പര്യമുള്ള ചന്ത, എനിക്ക് അവകാശങ്ങളുള്ള ചന്തയത്. ഞങ്ങളുടെ അച്ഛനാന്ന് പണ്ട് ഞങ്ങളുടെ വീട്ടിൽ എന്തോ ഉണ്ടായാലും ഈ ചന്തയെ കൊണ്ട് കൊടുക്കും. ഇപ്പൊ വീട്ടിലൊരു പച്ചമുളക് ഉണ്ടായി, ഒരു വെണ്ടയ്ക്ക ഉണ്ടായി, ഒരു വാഴയ്ക്ക ഉണ്ടായി, അതെല്ലാം കൊണ്ട് ചന്തയെ കൊടുക്കും. എന്റെ അനിയനുണ്ടായപ്പോഴേ ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ അച്ഛനോട് പറഞ്ഞില്ല. അതെന്താ? അല്ല, അവനേക്കാളെ ചന്തയെ കൊണ്ട് കൊടുത്തായിരുന്നു ഞങ്ങളുടെ അച്ഛൻ. അത് ബുദ്ധിയുണ്ട്, നിങ്ങളുടെ അമ്മയ്ക്ക് ബുദ്ധിയുണ്ട് കേട്ടോ. അച്ഛനെ കുറിച്ച് വിളിക്കാനോ? കച്ചവടത്തൊന്നും വിളിക്കരുത് അങ്ങോട്ട്. ഞാൻ വിളിച്ചാ നിങ്ങൾ കൂടെ അങ്ങോട്ട് വിളിച്ചാട്ടെ. വിജയ് കളിച്ചോണ്ടിരിക്കാതെ കച്ചവടം ചെല്ലുപടി തോൽവി. ഇന്ന് ചെറുക്കന്റെ കോളേജ് ഫീസ് കട്ടണം. ചെറുക്കന്റെ കോളേജ് ഫീസ് കട്ടണമെങ്കിൽ ഇലക്ട്രീഷനെ വിളിച്ച് കെട്ടാ, എന്നെ വിളിച്ച് കെട്ടാൻ പറ്റത്തില്ല. പച്ചമീ വെച്ചാ ഞാൻ അടിക്കും കേട്ടോ. അതാ പറഞ്ഞത്, ഫീസ് കൊടുക്കണം, ഇല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടുന്നു ചെറുക്കനെ. അയ്യോ, അവന് പിന്നെ എന്നാ ക്ലാസ്സിൽ കയറിയിട്ടുള്ളത്? ഞാൻ ഇന്നലെ മീനും കൂടെ കണ്ട് ആൽമരച്ചോട്ടി കുറെ പിള്ളേരുടെ കുനിഞ്ഞിരുന്ന് മേലിൽ കൂടെ പുക പോകുന്നു. അയ്യോ, അത് അവര് വട്ടം ചേർന്നിരുന്ന് പഠിച്ച് തലേക്കൂടെ പുക പോകുന്നത്. പഠിച്ച് തലേക്കൂടെ പുക പോകുന്നില്ല, അവന്റെ കയ്യിൽ വീട് ഇരിക്കുന്ന കണ്ടു. എന്താ നിങ്ങൾക്ക് ചോദിക്കത്തില്ലായിരുന്നു? എന്നിട്ട് വേണം വീടി കുറ്റി വെച്ച് എന്നെ കട്ടിക്കുത്താനും കണ്ടു. തലമുറ ചോദിക്കാനെ കൊണ്ട് നിങ്ങൾക്കല്ലേ. ഞാൻ ഓർക്കും അടി, ഈ ബിസിനസ് നിർത്തിയിട്ടെ വേറൊരു ബിസിനസ് തുടങ്ങിയാലോ എന്ന്. ആണോ? പ്രിയമുള്ളവരെ, നാളെ ഞങ്ങളുടെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിങ്ങളോട് പറഞ്ഞില്ലെന്നേ. ഈ സമയത്ത് വിളിക്കുന്നതുകൊണ്ട് നിങ്ങളൊന്നും ബുദ്ധിമുട്ടരുതെന്നും വിചാരിക്കരുത്. ഹൃദയം നിറഞ്ഞു വിളിക്കുക. നാളെ വരണം, ജ്യൂസും ജിലേബിയൊക്കെ തരാൻ കേട്ടേ. വന്നേക്കണേ. സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. എന്തുവാ എന്നെ പറ്റിക്കുവായിരുന്നില്ല? എന്തുവാ? ഞാൻ ഒരു മണ്ടനൊന്നും അല്ലടി. ഈ പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങുന്നുണ്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. കളിയാക്കാനും മനസ്സിലാവാത്ത ഒരു മെഴുവൻ എന്തോ ചെയ്യാനാ പോകുന്നത്. നിങ്ങൾ ഈ കച്ചവടം നിർത്തിയിട്ട് നിങ്ങൾ എന്തോ പോവാ? നിങ്ങൾ കടലിൽ മീൻ പിടിക്കാൻ പോവാടി. നിങ്ങൾ മീൻ പിടിക്കാൻ പോയ വള്ളക്കാർക്ക് നിങ്ങളെ പിടിക്കാനേ സമയം കാണത്തുള്ളൂ. ഇതൊക്കെ ഈ കടലിൽ പോകുന്നതും മീൻ പിടിക്കുന്നതും വല വീശുന്നതും ഒക്കെ നല്ല ഉശിരുള്ള ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണിയാ. നീ അങ്ങനെ എന്നെ കളിയാക്കുന്നു വേണ്ട. എന്റെ അപ്പൂപ്പൻ ഭയങ്കര ഉശിരുള്ള ആണായിരുന്നു. കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ആളായിരുന്നു എന്റെ അപ്പൂപ്പൻ. പിന്നെ ആടക്കടലിലൊക്കെ മുങ്ങി അപ്പൂപ്പൻ മീനൊക്കെ ഇങ്ങനെ വാരി എടുത്തോണ്ട് വരുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ അപ്പൂപ്പനെ ആടക്കടലിൽ ചെന്ന് മുങ്ങി ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ചിപ്പി ഇരിക്കുന്നത് കാണുന്നത്. അവിടുന്ന് പൊങ്കാല ഇടുമായിരുന്നു. ചിപ്പിയുടെ കാര്യമല്ല പറഞ്ഞത്. ഈ ചിപ്പി പവിഴവും മുത്തും എല്ലാം കൂടെ അപ്പൂപ്പൻ കണ്ട അവിടെ. കോടിക്കണക്കിന് പൈസ കിട്ടും കേട്ടോ വിറ്റാല്. പിന്നെ കിട്ടും. അപ്പൂപ്പനെ അറിയാം. അപ്പൂപ്പൻ ഈ ചിപ്പിയും പവിഴവും മുത്തും എല്ലാം കൂടെ വാരി കൊണ്ടുവന്ന് ഞങ്ങളുടെ അമ്മൂമ്മയുടെ കൊടുത്തിട്ട് പറഞ്ഞത് കരുകി വെക്കടി, ഞാൻ കുളിച്ചിട്ട് വരാമെന്ന്. അപ്പൂപ്പൻ കുളിച്ചിട്ട് വന്നപ്പോ എന്തോ കാണുന്നേ, ഈ ചിപ്പിയും പവിഴവും എല്ലാം കൂടെ പീര വെച്ചിട്ട് അപ്പൂപ്പ കപ്പയെ പുഴുങ്ങി വെച്ചേക്കുവാ. ഒന്നും പറഞ്ഞില്ലേ നിങ്ങളുടെ അപ്പൂപ്പൻ? അപ്പം പറഞ്ഞു ഇതിന് കോമ്പിനേഷൻ അടിച്ചിട്ട് കടുങ്കാപ്പിയോട് അനത്തി വെക്കാനെന്ന്. ശരി, അന്ന് ഞങ്ങളുടെ അമ്മൂമ്മ ആ പോഴത്തരം കാണിച്ചില്ലായിരുന്നു. ഞങ്ങളൊക്കെ ഇപ്പൊ ഏത് ലെവലിൽ ജീവിക്കേണ്ട പിള്ളേർ ഇവിടെ ഒന്നും സ്കിറ്റ് കളിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ഈ മീൻകച്ചവടം തുടങ്ങിയ കാര്യമൊന്നും ഇല്ലായിരുന്നു നമുക്ക്. അയ്യോ, ഇന്ന് നമ്മള് കച്ചവടം ചെയ്ത് നമ്മള് തകർക്കും. അതങ്ങനെ നിങ്ങൾ ഇതും പൊക്കിക്കൊണ്ട് വീട് തോറും നടക്കില്ല. അതാ കാണാത്തത്. ഇവിടെ പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് വരും. എന്റെ നീനൊക്കെ മേടിക്കും, ഇടയ്ക്ക് മുറക്കൊക്കെ മേടിക്കത്തുള്ളൂ. എന്നാലും മേടിച്ചാലുണ്ടല്ലോ ഒന്നൊന്നര മേടിപ്പായിരിക്കും. അടിപൊളി മീനെ, അടിപൊളി മീനെ, അടിപൊളി മീനെ, അടിപൊളി വർഗീസ് വന്നായിരുന്നോ? രാവിലെ വന്നായിരുന്നു. നാരായണൻ വന്നായിരുന്നു? വന്നിട്ടില്ല ഇതുവരെയും. എടുക്കാനോ? ഇപ്പൊ എടുക്കണ്ട, 10 മണിയല്ലേ ഉള്ളൂ, കുറച്ച് കഴിയട്ടെ. പൊതുദർശനത്തിൽ വെച്ചേക്കുമല്ല കച്ചവടം ചെയ്യാൻ വെച്ചേക്കുന്നത്. സാറിനെ കുറെ നാളായല്ലോ ചന്തയിലോട്ടൊക്കെ കണ്ടിട്ട്. എന്നും ചന്ത വരാൻ ഞാനെന്തോ ചെറുനാരങ്ങയാണോ? ഞാൻ പിഴിഞ്ഞങ്ങ് കൂട്ടു. അതല്ല സാറേ, ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയാമോ? സാർ നാട്ടിലില്ലായിരുന്നോന്നായിരുന്നു. ഞാനില്ലായിരുന്നു, ഞാനിവിടെ ഇല്ലായിരുന്നു. എവിടായിരുന്നു? ആൻഡമാൻ. എവിടെ? എന്തുവാ? ആൻഡമാൻ പോകുന്നു. ആൻഡമാൻ എന്നാണോ പറഞ്ഞത്? ആൻഡോമാൻ നിക്കോബാർ ദ്വീപു കേട്ടിട്ടുണ്ടോ? ഇല്ല, നാലായിക്കുളം ദ്വീപ് എന്ന് കേട്ടിട്ടുണ്ട്. അതല്ലെന്ന്, നമ്മൾ ഈ ഭൂപടത്തിലെ ഇന്ത്യയുടെ ഭൂപടത്തിൽ നോക്കുമ്പോൾ വലത്ത് സൈഡിലായിട്ട് നമ്മൾ ഈ പാൽപ്പായസത്തിന്റെ മണ്ടലിൽ മുന്തിരിങ്ങ പറക്കി ഇട്ട പോലെ കുറെ സംഭവം കിടക്കുന്നില്ലേ? ഓ, ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. അവിടെ പോയായിരുന്നു. എന്തായിരുന്നു വിശേഷിച്ചു?
ഒരു വിശേഷവും ഇല്ലായിരുന്നു. 3-4 ദിവസം എന്നെ കണ്ടില്ലേ നാട്ടുകാർ ചോദിക്കും സാർ എവിടെ പോയായിരുന്നു. അപ്പൊ അവരോട് പറയാൻ വേണ്ടി ഞാൻ പോയതാ. ഞാൻ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ പോയിരുന്നു എന്ന് വേണ്ടി. നമുക്കുണ്ടല്ലോ, ഓൾറെഡി ഉണ്ടല്ലോ. ചേട്ടാ ഈ വന്നിരിക്കുന്ന ആരാന്ന് മനസ്സിലായോ? ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാ. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ ഈ വെൽ ഡ്രസ്സും ചെയ്ത് തലൊരു വിഗും വെച്ച് ഇവിടെ വന്നാലേ അറിയാം ഏതേലും വകുപ്പ് കൈകാര്യം ചെയ്യാനായിരിക്കുമെന്ന്. എങ്ങനെയുണ്ട് ജോലിയൊക്കെ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇല്ല, ഞാൻ റിട്ടയർഡ് ആയല്ലോ. റിട്ടയർഡ് ആയി. അയ്യോ അതെ. റിട്ടയർഡ് ആയത് കഴിഞ്ഞ ആഴ്ച ഇരിട്ടി വെച്ച് ഞാൻ റിട്ടയർഡ് ആയി. അപ്പൊ പകല് റിട്ടയർഡ് ആക്കാൻ ആൾക്കാർ കാണുമായിരുന്നു. ഇരിട്ടിയിലാണോ പറഞ്ഞത്? കണ്ണൂര് ഇരിട്ടി അവിടെ വെച്ചാണ് റിട്ടയർഡ് ആയത്. അതാണ് പറഞ്ഞത്. എന്തായിരുന്നു സാറും ജോലി? ഞാൻ അവിടുത്തെ രജിസ്ട്രാർ അല്ലായിരുന്നു. നീ ഇതുമ്പോ എന്തോടി പറഞ്ഞേ? ഫിലിപ്പോസ് സാറാണ് ഇപ്പൊ പറഞ്ഞത്. രജിസ്ട്രാറാണ്. ഈ ആൾക്കാർ വസ്തുവൊക്കെ വാങ്ങിക്കുമ്പോ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് ഒപ്പിട്ട് വിടുന്ന സാറില്ല. രജിസ്ട്രാർ. ഞാനല്ലേ പറയണ്ട, നീ എന്തിനാ പറഞ്ഞു? ഇനി ഞാൻ പറഞ്ഞാൽ അത് രജിസ്റ്റർ ആവത്തുള്ളൂ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. അല്ല സാറേ, മീൻ നോക്കുന്നുണ്ടെന്ന്. മീനാ? മീന് വേണ്ട സാർ നല്ല മീനല്ലേ? വേണ്ട വേണ്ട, സംഭവം വേണ്ട. എന്താണ് മീൻ മേടിക്കാത്തതെന്നോ? ഇറച്ചി എവിടെ ഉണ്ട് നല്ലത്? എന്റെ ഇവിടെ ഉണ്ട്, വേണേ എടുത്ത്. എന്റെ ഇറച്ചിയുടെ കാര്യമാണ്. ഇറച്ചിക്കട ഉണ്ടോന്ന് ഇവിടെ കാണും. ഇറച്ചിക്കട ഇവിടെ ഉണ്ടായിരുന്നു. ഇറച്ചിയെല്ലാം തീർന്നു. സാറേ മീൻ വാങ്ങിക്കണം സാർ, നല്ല മീനാ സാർ. വേണ്ടെന്ന് എന്റെ മോന് ഇറച്ചിയില്ലാതെ പറ്റത്തില്ലെന്ന്. അവന് അസ്ഥി കൂടെ വന്നു. ഈ ചെറുക്കന് ഇറച്ചി വേണോന്നു. മീനൊക്കെ നല്ല മീനാ സാറേ, നോക്ക് സാറേ. വേണ്ട, മീൻ വേണ്ട. ഈ ചെറുക്കൻ ഏതാ? ഇവൻ കുറെ നേരം കൊണ്ട് ചൊറിയുന്നുണ്ടല്ലോ. ഇവൻ ഏതാ? ഇവൻ കണവനാ. അന്നാ 2 കിലോ എടുത്ത വീട്ടിൽ കൊണ്ട് പെരട്ടാം. എന്താ കണവയാ? കണവനല്ലേ ഇവിടെ? കണവന ഇവിടെ ഭർത്താവാണ് ഞാൻ. അതെ 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 അതെ. പക്ഷെ ഇവനെ നല്ല പരിചയമുണ്ട്. ഇവന് നീ ഏത് വീട്ടിലാടാ? നല്ല പരിചയമുണ്ട്. വേലിക്കലെ പാപ്പി അറിയത്തില്ലയോ? വേലിക്കലെ പാപ്പിയുടെ അഭിജാന്റെ രണ്ടാമത്തെ മോനാ ഞാൻ. പാപ്പിച്ചാന്റെ മോനാന്നു പറയണ്ടേ? പാപ്പിച്ചാൻ ഒരു അനിയനുണ്ടല്ലോ, ഒരു അന്തോണി. അന്തോണിയല്ല, ആന്റണി. അത് തന്നെ, ആന്റണി. അവനും ഞാനിവിടെ ഒക്കെ നല്ല ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു. അവനെന്ത് ചെയ്യപ്പം സംഭവം ഒന്നും അറിഞ്ഞില്ലായിരുന്നു. ഇല്ല, അറിഞ്ഞില്ല. ഈ പണ്ട് കാലത്ത് നമ്മുടെ ഇവിടെ കറണ്ടൊന്നും ഇല്ലായിരുന്നല്ലോ. ആ സമയത്താണെങ്കിൽ ഈ ആന്റണി കൊച്ചാപ്പൻ ഈ ചൂട്ട് കത്തിച്ച് ഇങ്ങനെ തവളെ പിടിക്കാനും ഈ അതിനൊക്കെ പിടിക്കാനൊക്കെ പോകുമായിരുന്നു. രാത്രി ഇങ്ങനെ പോകുന്ന പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ കോന്നി കാട്ടിൽ നിന്ന് കടുവ ഇറങ്ങിയായിരുന്നു. അന്ന് സാർ ഇവിടെ നാട്ടിലില്ലായിരുന്നു തോന്നുന്നു. ഇല്ലില്ല, ഞാൻ പേടിച്ച് എറണാകുളത്ത് കുഞ്ഞമ്മയുടെ അപ്പൊ കടുവ ഇറങ്ങി കഴിഞ്ഞപ്പോ ഫോറസ്റ്റുകാർ പറഞ്ഞ് കടുവയെ പിടിക്കാന്ന് പറഞ്ഞു. അപ്പൊ ആന്റണി കൊച്ചാപ്പന് ഭയങ്കര ഇളക്കം. ഞാൻ പിടിച്ചോളാന്ന് പറഞ്ഞു രാത്രി ഈ ചൂട്ട് കത്തിച്ച് പിടിച്ച് ഇങ്ങനെ കടുവയെ തപ്പി നടന്നു. എനിക്കറിയാം, ഭയങ്കര ധൈര്യശാലിയായിരുന്നു. അങ്ങനെ കടുവയുടെ ഇറമ്പി ചെന്നപ്പോ ഈ ചൂട്ടങ്ങ് കെട്ടു. എന്നിട്ട് ഇതിങ്ങനെ വീശി കത്തിച്ച് ഇങ്ങനെ ഊതി കടുവയുടെ മുന്നോട്ട് ഊതി അങ്ങ് കത്തിച്ചു. എന്നിട്ട് എന്തുവായി? അന്ന് ആ കടുവ ആദ്യമായിട്ട് ചുട്ടരച്ച് തിന്നത് ആന്റണി. അതല്ലേ ഞാൻ പറഞ്ഞേ, ചുട്ട് തിന്നെന്ന് ആന്റണിയെ. പിന്നെ ഇളയൊരു ഇറക്കനുണ്ടായിരുന്നല്ലോ. ആ ഇള അവന് ഈ മറൈൻ കോഴ്സ് പഠിക്കുമല്ലേ? അന്ന് മറിയുന്നതൊക്കെ എന്തിനാ കോഴ്സ് പഠിക്കുന്നത്? മറൈൻ തന്നെ. ഈ മറൈൻ നമ്മൾ ഈ കടലിനകത്ത് ചാടി അവിടുത്തെ റിസർച്ച് ഒക്കെ ചെയ്യുന്ന സംഭവമില്ലേ, അത് നടത്തും അവൻ. ശ്വാസം മുട്ടത്തില്ലയോ? ഓ, നിന്റെ കൂടെ ജീവിക്കുന്ന അത്ര ശ്വാസം മുട്ടത്തില്ലടി. ഈ മനുഷ്യനെ ഈ എപ്പോഴും ഇങ്ങനെ കണ്ടോ സാറേ, അങ്ങ് കുറ്റപ്പെടുത്ത എന്നെ എവിടെ താഴ്ത്താവോ അവിടെ താഴ്ത്തും. കച്ചവടം ചെയ്താ കേട്ടോ. എനിക്കറിയാം കേട്ടോ, നിങ്ങൾ കൂടുതൽ പഠിക്കാൻ പറ്റും കേട്ടോ. ആൾ കൂടി ഇരിക്കുന്നുണ്ട്. ഭാര്യയും ഭർത്താവും ഭാര്യയും ഭർത്താവുമ്പോ ഇച്ചിരി സ്നേഹത്തോടെ മയത്തോടൊക്കെ ഭാര്യയോട് പെരുമാറണം. അങ്ങനെ പറഞ്ഞു കൊടുക്ക് സാറേ. അല്ലെ ഭാര്യ ഇട്ടിട്ട് പോവും, എന്നെ ഇട്ടിട്ട് പോയ പോലെ. എങ്ങനെയുണ്ട് നിങ്ങളുടെ ജീവിതമൊക്കെ? സന്തോഷകരമാണോ? ഇതൊക്കെ സന്തോഷം. ഞങ്ങൾ ഇവിടെ നിന്ന് 10-12 മണിയൊക്കെ ആകുമ്പോഴത്തേനെ കൂടെ എല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് കരി വെച്ചിട്ട് കിടന്നുറങ്ങും. വെളുപ്പിന് 2 മണിക്ക് എഴുന്നേക്കുന്നത്. എടാ എന്തൊരു ജീവിതമാടാ ഇത്. പൈസ ഉണ്ടാക്കാനും കിടന്നുറങ്ങാനും വേണ്ടി മാത്രമുള്ളതോ ജീവിതം? ജീവിതം എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാനുള്ളതാ. വല്ലപ്പോഴും ഭാര്യയെ കൊണ്ട് സിനിമയ്ക്കൊക്കെ പോകും, അവർക്ക് സന്തോഷമാവട്ടെ. അതിനൊക്കെ അനുവളെ കൊണ്ട് സിനിമ കാണാൻ പോയായിരുന്നു. ഇടവേള സമയത്ത് ഇവള് പറഞ്ഞപ്പോ പോപ്കോൺ വേണമെന്ന്. ഞാൻ ആ പോപ്കോൺ വിൽക്കുന്നിടത്ത് എന്നിട്ട് എന്റെ ആധാരം വിറ്റിട്ട് ഒരു പോപ്കോൺ വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ ഈ പോപ്കോൺ കൊണ്ട് നടന്നു വരുമ്പോ ഈ പുല്ലെല്ലാം അങ്ങ് പൊഴിഞ്ഞു പോവാ. ഇത് കൊഴിയാതെ ഞാൻ കയറി വന്നപ്പോഴത്തേനും സിനിമ തീർന്നു. പിന്നെ ഇവളാ കഥ പറഞ്ഞത്. സാറ് ഇങ്ങനെ അറിയാന്നൊക്കെ പറഞ്ഞിട്ട് സാറിന്റെ വീട് എവിടെ? സാറിന്റെ എടി പറഞ്ഞു കൊടുത്തിട്ടില്ലോടി എന്നെ പറ്റി? എടാ എന്റെ വീടെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ പ്രശസ്തമായിട്ടുള്ള വീടാണ്. എന്റെ അച്ഛൻ അയ്പ. സാർ നക്കി നോക്കിയിട്ടുണ്ടോ? എന്റെ അച്ഛന് കയ്പാന്ന് പറഞ്ഞു. എന്റെ അച്ഛന്റെ പേര് അയ്പ്. ആ പട്ടക്കുളം ജംഗ്ഷനിൽ നമ്മൾ കുമ്പടയ്ക്ക് തിരിയത്തില്ലേ, ആ ഇടത്ത് സൈഡിലാണ് ഞങ്ങളുടെ വീട്. ഗേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ പി അയ്പെന്ന്. അങ്ങനെയായിരുന്നു? ഞാൻ വിചാരിച്ചു പൈപ്പെന്നായിരിക്കും. അത് പി ഇട്ട് കുത്തുണ്ട്. അതാ ഞങ്ങളുടെ അച്ഛൻ. എടാ മതിലിനകത്തൊരു വാഴത്തോട്ടം ഇല്ലേ, ആ വാഴത്തോട്ടത്തിനകത്തോട് നോക്കിയാൽ ഞാൻ താമസിക്കുന്ന സ്ഥലം കാണാം. അണ്ണാൻകൂട്ടിനകത്താണ് താമസിക്കുന്നത്. അതിനപ്പുറത്തൊരു 3-4 വീട് കണ്ടില്ലേ, ആ വീടാ ഞങ്ങള്. ഇത്രയും പരിചയപ്പെട്ട സ്ഥിതിക്ക് വേണ്ട വീണ്ടും വേണ്ട. അങ്ങനെ പറയല്ലേ സാറേ, ഞാൻ ഇറച്ചി വാങ്ങിച്ചോളാം. കിടക്കാൻ സാധനം അല്ല നിങ്ങളുടെ ജീവിതമായിരിക്കും, പക്ഷെ എനിക്ക് കൊണ്ടല്ലോ ജീവിതം. അല്ലെ നല്ല പുളി ഇട്ട് വെക്കാൻ നല്ലല്ലേ? കുറച്ച് കൊടുക്കാം. വേണ്ട ഞാൻ 1000 പറയുന്നത് സാറ് 800 രൂപ. വേണ്ട മക്കളെ വേണ്ട, ഞാൻ പിന്നെ ഒരു ദിവസം ഒന്ന് വാങ്ങിച്ചോളാം. ഇല്ല സാറ് വാങ്ങിക്കരുത്. 800 നല്ല മീനാ, നല്ല സൂപ്പർ മീനാ, നല്ല. ചുമ്മാ തരാം സാറിന്. അല്ല ഈ ചുമ്മാ തന്നാലും വീട്ടിൽ കൊണ്ട് കറി വെച്ച് തന്നാലും എനിക്കിത് വേണ്ട. അതെന്താ?
അല്ല ഈ ഒരു മാസം മുമ്പേ ഈ കണ്ടെയ്നർ മറിഞ്ഞപ്പോ എന്തോ മലിനമായെന്നോ ഇനി മീനൊന്നും വാങ്ങിക്കരുത് ഇങ്ങനെ പത്രത്തിലും ന്യൂസിലും ഒക്കെ കണ്ട, അതുകൊണ്ട് നമ്മൾ ഈ ആരോഗ്യം നോക്കുന്നുണ്ടേ അത് വേണ്ട. അതാണ് സാറിന് വിഷം. ഒരു മാസം മുമ്പ് നടന്ന സംഭവം, അത് വേണ്ട നമുക്ക്. ആ സാറ് പേടിക്കണ്ട, ഇത് 6 മാസം മുമ്പ് പിടിച്ച മീനായിരുന്നു. അത് തുറന്നങ്ങ് സമ്മതിച്ചില്ലേ? ഞാൻ സത്യസന്ധമായിട്ടല്ലേ കച്ചവടം നടത്തുന്നത്. എടാ സത്യസന്ധമായിട്ട് കച്ചവടം നടത്തുമ്പോഴേ ആൾക്കാർക്ക് വായിക്ക് രുചിയായിട്ട് ആരോഗ്യമായിട്ട് തിന്നാനുള്ള സാധനങ്ങൾ വേണം കൊടുക്കാൻ, മനസ്സിലായോടാ?